അതുകൊണ്ട് 20 മാർക്ക് നേടാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബേസിക് സയൻസിൽ തന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് ആകെ ചോദിക്കുക കുറച്ച് മാർക്കിനാണ്. അപ്പൊ അത് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്റെ കുട്ടികൾ കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കിക്കേ. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അവിടെ മഗ്നീഷ്യം ക്ലോറൈഡും അതിനൊപ്പം വേറൊരാളും കുറച്ച് ഹീറ്റും പുറത്തേക്ക് വരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ കുട്ടികൾ പറഞ്ഞേ, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഒരു മഗ്നീഷ്യത്തിന്റെ പീസ് ഇട്ടു. അപ്പൊ എന്താ സംഭവിക്കുക? ആ മഗ്നീഷ്യത്തെ അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നിറയെ ബബിൾസ് ഫോം ചെയ്യല്ലേ. ധാരാളം കുമിളകൾ അവിടെ രൂപം കൊള്ളുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ബബിൾസ് ഒക്കെ ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഈ പറയുന്ന ബബിൾസ് ഒക്കെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് അല്ലെ. ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ്. അപ്പൊ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ മഗ്നീഷ്യം ക്ലോറൈഡിനൊപ്പം ഉണ്ടാകുന്ന ഗ്യാസ് ഏതാ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അല്ലെ. ഇനി നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗത്തായിട്ടൊന്ന് തൊട്ട് നോക്കിയാല് നമ്മുടെ കൈ പൊള്ളും. ഒരുപാടൊന്നും പൊള്ളില്ല, എന്നാലും നമുക്ക് ചൂട് അനുഭവപ്പെടും. എന്താ കാരണം? കാരണം ഇവിടെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോ കുറച്ച് ഹീറ്റിനെ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. താപത്തെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന, താപത്തേക്ക് പുറത്തേക്ക് വിടുന്ന കുറച്ച് റിയാക്ഷൻസിനെ നമ്മൾ എന്ത് പേരാ പറയാ? എക്സോതെർമിക് റിയാക്ഷൻ അഥവാ താപമോചക പ്രവർത്തനം എന്ന് പറയും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തു. ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ റിയാക്ഷൻ ഒന്ന് പൂർത്തിയാക്കണം. ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. നമുക്ക് അതിന്റെ റിയാക്ഷൻ ഫോർമുല വെച്ചിവിടെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ മഗ്നീഷ്യവും ക്ലോറിനും നമ്മൾ റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യും, MgCl2. ഇനിയോ മിച്ചമുള്ള ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് അവിടെ വാതകമായിട്ട് പുറത്തേക്ക് വരും. ഒപ്പം കുറച്ച് ഹീറ്റ് അഥവാ താപം കൂടെ പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? ഇനി വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ, ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആയത്? ഹീറ്റ് പുറത്തേക്ക് വന്നു അല്ലെ. ഹീറ്റിനെ റിലീസ് ചെയ്താൽ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് നമുക്ക് പറയാം. താപമോചക പ്രവർത്തനമാണ് എന്ന് പറയാം. ഇനി ഹീറ്റിനെ ആഗിരണം ചെയ്താലോ, ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ നമ്മൾ എന്താ പറയാ? എൻഡോതെർമിക് റിയാക്ഷൻ അഥവാ താപാകിരണ പ്രവർത്തനം എന്ന് പറയും. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. NaCl is the chemical formula of common salt. കോമൺ സോൾട്ടിന്റെ നമ്മുടെ ഒരു ജനറൽ ഫോർമുലയാണ് NaCl. അങ്ങനെയാണെങ്കിൽ which elements are represented by the symbols Na and Cl? ഈ NaCl എന്നൊക്കെ പറയുന്നത് സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏത് മൂലകത്തെയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏത് മൂലകത്തെയാ? Na എന്ന് പറയുന്ന സിമ്പിൾ നേട്രിയം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ നൈമിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാ. ആരാണത്? നമ്മുടെ സ്വന്തം സോഡിയം ആണ്. സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പൽ ആണ് Na എന്ന് പറയുന്നത്. ഇനി Cl ഏതിന്റെയാ? Cl എന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പലാണ്. NaCl എന്ന് പറയുമ്പോൾ സോഡിയവും ക്ലോറിനും ചേർന്നുണ്ടാവുന്ന ഒരു കോമ്പൗണ്ട് അഥവാ സംയുക്തമാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഇൻ 5 molecules ഓഫ് H2SO4. H2SO4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അല്ലെ. അപ്പൊ H2SO4 5 H2SO4 ഉണ്ട്. അതിലാകെ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് ആദ്യം ഒരു സൾഫ്യൂരിക് ആസിഡിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം. H2SO4 ആണ്. H2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് ഒരു സൾഫറേ ഉള്ളൂ. സൾഫറിന്റെ അടുത്ത് നമ്പർ ഒന്നും കാണാനില്ല. അപ്പൊ അവിടെ ഒരു സൾഫറേ ഉള്ളൂ. അപ്പൊ ഒരു സൾഫർ ഉണ്ട് പ്ലസ് O4 ആണ്. O4 എന്ന് പറഞ്ഞാൽ അവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 4 ഓക്സിജൻ എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടാ? 2, 3, 4, 7. അപ്പൊ ഒരു സൾഫ്യൂരിക് ആസിഡ് എടുത്താൽ അതിനുള്ളിൽ നമുക്ക് 7 ആറ്റങ്ങളെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മളോട് പറഞ്ഞത് എന്താ? 5 സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അതിലാകെ എത്ര ആറ്റം? എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു സൾഫ്യൂരിക് ആസിഡിൽ 7 ആറ്റം ഉണ്ട്. അപ്പൊ 5 സൾഫ്യൂരിക് ആസിഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 × 7 ചെയ്താൽ മതി. 5 7s are
35 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, 5 സൾഫ്യൂരിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ 35 ആറ്റങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എന്റെ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവല്ലേ, ഇത് ഫസ്റ്റ് ടൈമിലെ പോർഷൻ അല്ലേ, ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്ന്. അപ്പൊ മക്കളെ, നിങ്ങളൊരു പുതിയൊരു പാറ്റേൺ കണ്ടിട്ടുണ്ടാവും. ഇത്തവണ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓൾമോസ്റ്റ് 25%, ഒരു 25% തന്നെ ഒന്നാമത്തെ ടേം ഫസ്റ്റ് ടേമിൽ നിന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ആനുവൽ എക്സാമിന് വരുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ എടുത്തു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും 20% to 25% വരെ ഫസ്റ്റ് ടൈമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാൻ എന്റെ കുട്ടികൾ ആരും മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫ്രഷ്ലി കട്ട് സർഫസ് ഓഫ് സോഡിയം മെറ്റൽ ഹാസ് എ ഷൈനിങ് അപ്പിയറൻസ്. സോഡിയം ലോഹത്തിന്റെ പുതുതായി മുറിച്ച പ്രതലത്തിന് നല്ല തിളക്കമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാ, ഏത് സവിശേഷതയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. നല്ല തിളക്കമുള്ളതിനെ നമ്മൾ എന്താ പറയാ, മെറ്റാലിക് ലസ്റ്റർ അഥവാ ലോഹദ്യുതി എന്ന് പറയും അല്ലേ. അങ്ങനെ നമ്മുടെ ലോഹങ്ങൾക്ക് നല്ല തിളക്കം. ഇതേപോലെ ഇപ്പൊ ഇതൊരു അലൂമിനിയം ഗ്ലാസ് അല്ലെ, സ്റ്റീൽ ഗ്ലാസ് ആണ്. അപ്പൊ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കമുണ്ട്. അപ്പൊ ഇങ്ങനെ തിളക്കം വരാൻ കാരണം എന്താ, മെറ്റാലിക് ലസ്റ്റർ അഥവാ ലോഹദ്യുതി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആണ്. റെഡി. ഇനി സോഡിയം മെറ്റൽ ഇസ് കെപ്റ്റ് ഇൻ കെറോസിൻ, ഗീവ് റീസൺ. സോഡിയം ലോഹത്തെ നമ്മൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കാനുള്ള കാരണം എന്താ, നമ്മൾ ഈ ചാപ്റ്ററിന് തുടക്കത്തില് റിയാക്ഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. സോഡിയത്തെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി, സോഡിയം ഫുള്ള് തീ പിടിച്ച് റിയാക്ട് ചെയ്യും അല്ലെ. അപ്പൊ സോഡിയം റിയാക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാ, തീയൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, ക്രിയാശീലം വളരെ കൂടിയ ആളായതുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ നമ്മുടെ എയറും മോയ്സ്ചർ ജലാംശം ഒക്കെ ആയിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ മണ്ണെണ്ണയിൽ ഇട്ട് വെക്കുക. സോഡിയത്തെ മാത്രമല്ല, പൊട്ടാഷ്യം ഇതേപോലെ റിയാക്ടിവിറ്റി കൂടിയ ഒരാളാണ്. സോഡിയത്തെയും പൊട്ടാഷ്യത്തെയും ഒക്കെ നമ്മൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കെമിക്കൽ ചേഞ്ച്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് രാസമാറ്റത്തിന് യോജിച്ചവ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ, കെമിക്കൽ ചേഞ്ചാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കെമിക്കൽ ചേഞ്ചിൽ നമുക്കറിയാം പുതിയ തന്മാത്രകൾ ഉണ്ടാകും അല്ലെ, ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു പെർമനന്റ് ചേഞ്ചാ, സ്ഥിര മാറ്റമാണ്. നമ്മുടെ തടി കത്തി കരിയാകുന്നു, ബേണിംഗ് ഓഫ് വുഡ് അല്ലെ. ആദ്യം നമ്മുടെ കയ്യിൽ തടിയുണ്ട്, പിന്നെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിയാകിട്ട. അപ്പൊ ആ കരി എന്ന് പറയുന്നത് ഒരു പുതിയ ഒരാളാണ്, ശരിയല്ലേ, പുതിയൊരു മോളിക്യൂൾ ആണെന്ന് പറയാം. ഈ കരിനെ നമുക്ക് തിരിച്ച് തടിയാക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പൊ അതൊരു പെർമനന്റ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ സ്ഥിരമാറ്റമാണ് എന്ന് പറയാം. അപ്പൊ ഇവിടെ കെമിക്കൽ ചേഞ്ചിനനുസരിച്ച് ഏതിലൊക്കെയാ, ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്, പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. അതേപോലെ പെർമനന്റ് ചേഞ്ച് അഥവാ സ്ഥിരമാറ്റമാണ്. ഓക്കെ അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ചേഞ്ചിന് ഏതൊക്കെ പറയാം, ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ അവിടെ പുതിയ മോളിക്യൂൾസ് ഒന്നും ഉണ്ടാകുന്നില്ല, നോ ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അതേപോലെ ടെമ്പററി ചേഞ്ചാ, ഒരു താൽക്കാലിക മാറ്റം എന്ന് പറയാൻ പറ്റും അല്ലെ. തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രം, അറേഞ്ച്മെന്റിൽ മാത്രമാണ് അവിടെ വ്യത്യാസം വരിക. നമ്മളൊരു മെഴുകുതിരി ഉരുക്കിയാൽ അത് മെഴുക് ഉരുകി കിടക്കും, വീണ്ടും അയാളെ തിരിച്ച് നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മെഴുകുതിരി ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെയുള്ള ടെമ്പററി ചേഞ്ചസ് ആണ് ഭൗതിക മാറ്റങ്ങൾ അഥവാ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 to 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഈ ഒരൊറ്റ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ 4 മാർക്ക് വരെ ഓക്കെ ആക്കാം. നോക്കിക്കോ, ദ അറേഞ്ച്മെന്റ് ഓഫ് കോട്ടിംഗ് സിൽവർ ഓൺ അയൺ റിംഗ്. അതായത് ഒരു ഇരുമ്പ് വളിയുടെ മേലെ നമ്മൾ വെള്ളി ആവരണം ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ് അല്ലെ. ഇവിടെ ഏത് ഊർജ്ജ രൂപത്തെയാ നമ്മൾ ഉപയോഗിക്കുക, ഏത് ഊർജ്ജ രൂപത്തെയാ, ഇത് എന്ത് പ്രോസസ്സാ. നമ്മൾ ഒരു മെറ്റലിന്റെ മേലെ വേറൊരു മെറ്റലിനെ കോട്ടിങ് തീർക്കാൻ പോവാ, തിൻ കോട്ടിങ് തീർക്കാൻ പോവാ. ഒരു ലോഹത്തിന്റെ മേലെ മറ്റൊരു ലോഹത്തിന്റെ വളരെ നേരിയ ആവരണം തീർക്കാൻ പോവാ. ഇത് ഏത് പ്രോസസ്സാ, ഈ പ്രോസസ്സിന്റെ പേരെന്താ നമ്മൾ പറയാ, ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്നാ പറയാ. ആണോ, വൈദ്യുത ലേപനം എന്നാണ് നമ്മൾ പറയാ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാ, ഇവിടെ നമ്മൾ കറണ്ട് ഒക്കെ കടത്തി വിടും അല്ലെ. കറണ്ട് കടത്തി വിട്ട് കുറെ കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുക. അപ്പൊ നമ്മൾ ആരെയാണ് ഇവിടെ ഉപയോഗിക്കുക, കറണ്ടിനെ, വൈദ്യുതിനെ. അപ്പൊ വൈദ്യുതിയുടെ കയ്യിലുള്ളത് ആരാ,
ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുതോർജം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആരെയാ? വൈദ്യുതോർജത്തെ ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റാണ് ഇവിടെ ചെയ്യുക. ഇനി പ്രോസസ്സിന്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിച്ച് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ ഫോർ കോട്ടിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിംഗ്? നമുക്ക് ഇരുമ്പ് വളിയുടെ മേലെ ചെമ്പാണ് പൂശേണ്ടതെങ്കിൽ ഇവിടെ ഏത് സൊല്യൂഷൻ ആണ് എടുക്കേണ്ടതെന്നാ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒന്ന് പഠിക്കാം അല്ലെ? സിമ്പിൾ ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബീക്കർ വേണം. ഇനി നമുക്ക് ഇപ്പൊ അയൺ ബാങ്കിൾ അല്ലെങ്കിൽ അയൺ റിങ്ങും സിൽവറുമാണ് എടുത്തിട്ടുള്ളത് എന്നിരിക്കട്ടെ, അല്ലെ? നമ്മുടെ ഇരുമ്പ് വളയും വെള്ളിയുമാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇരുമ്പ് വളയുടെ മേലെ വെള്ളി പൂശണം, അയൺ റിങ്ങിന്റെ മേലെ വെള്ളിയാണ് പൂശേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ അയൺ റിങ്ങിനെ എടുത്തു വെച്ചു, സിൽവറിനെയും ഞാൻ ഇവിടെ എടുത്തു വെച്ചു. ഇത് സിൽവർ ആണ്, ഇത് അയൺ ആണ്. ഓക്കെ, എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇവരെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ എന്റെ കുട്ടികളെ ശ്രദ്ധിക്കുക, ബാറ്ററി നമ്മൾ എപ്പോഴും ഇങ്ങനെ വലിയ വര ചെറിയ വര എന്ന് കാണിക്കാറുള്ളത്. ഈ വലിയ വര എന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ചെറിയ വര എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമാണ് നമുക്ക് കാണിച്ചു തരിക. അപ്പോ നമ്മൾ ഇവിടെ വലിയ വര ചെറിയ വര വരച്ചു. ഇനി ആരെയാ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യേണ്ടത്? മക്കളെ, ആരെ കൊണ്ടാണോ നമ്മൾ പ്ലേറ്റ് ചെയ്യിക്കുക, ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എടുക്കുന്നത്, അയാളെയാണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവരെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ദാ ഇവിടെ ബാറ്ററി ആക്കി ഇയാളെ വലിപ്പം ഇത്തിരി കുറച്ചേക്കാം അല്ലെ? ബാറ്ററി ആയിട്ടൊക്കെ ഞാൻ ഇയാളെ കണക്ട് ചെയ്യാനായിട്ട് പോവാം. എങ്ങനെയാ കണക്ട് ചെയ്യാ മക്കളെ? ആരെയാണോ നമുക്ക് പ്ലേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, ആരെയാണോ നമുക്ക് വൈദ്യുത ലേപനം ചെയ്യേണ്ടത്, ഏത് മെറ്റലിനെയാണോ ആ മെറ്റലിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അതായത് ചെറിയ വരയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ ഇരുമ്പ് വളയെ നമുക്ക് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇരുമ്പ് വളയെ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ആരെ കൊണ്ടാണോ പ്ലേറ്റ് ചെയ്യേണ്ടത്, ആരെ കൊണ്ടാണോ നമുക്ക് വൈദ്യുത ലേപനം ചെയ്യേണ്ടത്, ആ ലോഹത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അതായത് വലിയ വരയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ വെള്ളി, ഇരുമ്പ് വളയുടെ മേലെ വെള്ളി പൂശണമെങ്കിൽ ഇരുമ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിലേക്കും വെള്ളിയെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്കും നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇലക്ട്രോലൈറ്റ് വേണം. ആരെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക? ഏത് മെറ്റലിനെ കൊണ്ടാണോ നമ്മൾ പ്ലേറ്റ് ചെയ്യിക്കുന്നത്. ഇപ്പൊ ഇരുമ്പ് വളയുടെ മേലെ വെള്ളി പൂശണം, സിൽവർ ആണ് പ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സിൽവറിന്റെ പ്രസൻസ് ഉള്ള ഇലക്ട്രോലൈറ്റ് എടുക്കണം. അപ്പൊ ഏതെടുക്കാം? സിൽവർ നൈട്രേറ്റ് എടുക്കാം അല്ലെ? AgNO3 എന്ന് പറയുന്ന സിൽവർ നൈട്രേറ്റ് എടുക്കാം. ശരിയല്ലേ? അപ്പൊ ഇതേപോലെ നോക്കിക്കാം മക്കളെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം കോപ്പർ ആണ് ഇരുമ്പിന്റെ മേലെ പൂശേണ്ടത് അല്ലെ? അപ്പം അതായത് നോക്കിക്കേ, ഇരുമ്പ് വളയിൽ കോപ്പർ ലോഹത്തെ ആവരണം ചെയ്യിക്കണം. അയൺ റിങ്ങിൽ കോപ്പർ മെറ്റലിനെ നമുക്ക് ആവരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് സൊല്യൂഷൻ എടുക്കണ്ടേ? കോപ്പറിന്റെ പ്രസൻസ് ഉള്ള സൊല്യൂഷൻ. അപ്പൊ കോപ്പറിന്റെ പ്രസൻസ് ഉള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കോപ്പർ സൾഫേറ്റ് എടുക്കാം, അല്ലെങ്കിൽ കോപ്പർ നൈട്രേറ്റ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ എന്റെ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു 3 to 4 മാർക്സ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം 110% ഷുവർ ആയിട്ട് ചോദിക്കും. അപ്പൊ എന്റെ കുട്ടികൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്യുക. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. നമുക്ക് ഒന്നിച്ച് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.